ഹലോ. അപ്പം ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഈ കലത്തിൻ്റെ കീഴിൽ ഇങ്ങനെ തീ എരിയുന്നതാണ് കാണുന്നത്. അപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ മനസ്സിലായി എന്തോ പൂജയാണെന്ന്. എന്താ പൂജയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അയൽക്കാർ ഹരിയാനക്കാരാ. ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഹിന്ദി എനിക്കറിയത്തില്ല. അവർ പറയുന്നത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല. ഹരിയാന ഹിന്ദി വേറെ ഹിന്ദിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പീഡിന് പറഞ്ഞു. അപ്പം നമുക്ക് നവാ പ്രോഗ്രാമുണ്ട്. നവാ പ്രോഗ്രാമിന് പോകുന്നതുകൊണ്ടാട്ടോ ഞാൻ സാരി വാങ്ങുന്നതും സാരി ഉടുക്കുന്നതും. ഇല്ലെങ്കിൽ വല്ല കല്യാണത്തിന് ഉടുത്താലായി. സാരിയോട് അത്ര പ്രിയമില്ല, എന്നാലും സാരി ഭയങ്കര ഇഷ്ടം. ഉടുക്കാൻ അറിയാത്തതുകൊണ്ട് കേട്ടോ പ്രിയമില്ലാത്തത്. അപ്പം നമ്മൾ സാരിയൊക്കെ ഉടുത്ത് നമ്മൾ ഇച്ചിരി നേരത്തെ ചെന്നിട്ടുണ്ടായിരുന്നേ. കസേരകളെല്ലാം ഒഴിഞ്ഞ് കിടക്കുക, എന്നാലും വേണ്ടില്ല. എനിക്കൊരു ചേച്ചി കൂട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ അങ്ങ് വെച്ച് പിടിച്ചു. മഴയാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടുത്തെ മഴ പെയ്താലും ക്ലൈമറ്റ് ചൂടിന് വലിയ കുറവൊന്നുമില്ല. അപ്പോൾ ആ പ്രോഗ്രാമിന് നമുക്ക് രക്ഷാബന്ധൻ്റെ, അതായത് രാഖി മേക്കിംഗ് കോമ്പറ്റീഷനും നാടകവും കൊച്ചു പരിപാടികളും, നമ്മൾ സ്ത്രീകൾ, അതായത് ആർമി വൈഫ്സ് മാത്രമുള്ള പ്രോഗ്രാം, നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മുടെ പയ്യന്മാർ ഒരുക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ ആഹാരം എന്തായാലും സമോസ മസ്റ്റാണ്. ഇവിടെ ഇന്ന് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല പ്ലേറ്റിലും പല സാധനങ്ങളും മിസ്സിങ് ആയിരുന്നു. എന്നാലും വേണ്ടില്ല, ജിലേബിയും നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലി കിട്ടുന്ന സാധനവും നമ്മുടെ സമോസ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പ്ലേറ്റിൽ ഉള്ളിപ്പക്കോളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പ്ലേറ്റിൽ നിന്ന് എടുത്ത് തിന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചതല്ല മണമുള്ള ചന്ദനത്തിരി. അത് കത്തിച്ചത് ഇങ്ങനെ അവിടെ ഇവിടെയും കൊണ്ടുവച്ച് നല്ല മണം കേട്ടോ. റൂം മൊത്തം ഒരു കർപ്പൂരത്തിൻ്റെ പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വൈകിട്ട് വന്നപ്പോഴുണ്ടല്ലോ, കുറച്ച് ഇരുട്ടിട്ടുണ്ടായത് 9 മണിയായപ്പോൾ പന്നി വന്ന് ആഹാരം വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോയി. ഇവിടെ പന്നി, മുയൽ, മയിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഉപദ്രവമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളും അനങ്ങാൻ പോകത്തില്ല കേട്ടോ. ഇവിടെ പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് ഈ പന്നിയും വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ വൈകിട്ടും ഇവരുടെ പൂജാ സാധനം ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിടക്കാൻ പോയി. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് നല്ല ശക്തമായിട്ട് തന്നെ ഇതിങ്ങനെ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങളും വീഡിയോയും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട്